സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്നു 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റിയാസ് സലീമിന് ശേഷം നമ്മളെ രാജ്യവിരുദ്ധ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് മറ്റൊരു ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനവുമായ നമ്മുടെ അഖിൽ മാരാർ. ഈ ഭൂമിക്കടിയിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ഒരു മനുഷ്യനാണ് ഈ അഖിൽ മാരാർ. എല്ലാ വിവരവും ഒന്നിച്ച് തൻ്റെ തലയിലാണ് എന്നുള്ള വിചാരമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നമ്മളല്ല യുദ്ധം ജയിച്ചത് പാകിസ്ഥാനാണ് എന്നിവരെ പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി അദ്ദേഹം ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവനെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടണമെന്ന് ഇപ്പോഴേ നിശ്ചയിച്ച് ഉറപ്പിച്ചതിന് ശേഷം മോദിയെ ആയാലും അതുപോലെ തന്നെ BJP ആയാലും കുറച്ച് തെറി പറയേണ്ട സമയമുണ്ട്. ആ സമയത്ത് അവർക്ക് രാഷ്ട്രീയം പറയാം. പക്ഷേ ഇന്ത്യ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും പബ്ലിക്കായിട്ട് വീഡിയോ ഇടുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിന്റെ വക്കത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ അഖിൽ മാരാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തിടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പം പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്നു 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ IPL നമ്മൾ നിർത്തിവെച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഏതൊരു മനുഷ്യനും മുഖത്തുനിന്ന് കൈയെടുക്കാൻ വേണ്ടി തോന്നുകയില്ല. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ 28 ആൾക്കാർ ഇവിടെ വന്ന് അടിച്ചു പോയതിനു ശേഷം നമ്മൾ പാകിസ്ഥാനിൽ പോയി അതിന് മറുപടി കൊടുത്ത് തിരിച്ചു വന്നത് വളരെ മോശകരമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് 55 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി മറ്റൊരു രാജ്യത്തെ അറിയിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ യുദ്ധം നിർത്തിയത് പേടിച്ചിട്ടാണ് എന്നാണ്.
എന്നാൽ യാതൊരു ബുദ്ധിയും വിവരവുമില്ലാത്തൊരു മനുഷ്യനാണോ ഇദ്ദേഹം എന്ന് വളരെ സങ്കടത്തോടു കൂടി എന്നാൽ ആശ്ചര്യത്തോടു കൂടി മാത്രമേ നമുക്കത് നോക്കിക്കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഈ ബിഗ് ബോസ് കണ്ട സമയത്തൊക്കെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഇദ്ദേഹത്തോട് താല്പര്യവും ഇഷ്ടവും തോന്നിയത് കൊണ്ട് ഒരുപാട് പേർ വോട്ട് ചെയ്യുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുൻകൂട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകണമെന്ന് മനസ്സിൽ വിചാരിച്ചതിന് ശേഷം അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പോഴത്തെ ഈ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. അതിനൊരു രാജ്യത്തെയും നമ്മുടെ ഒരു രാജ്യത്തെ നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെയും എല്ലാം ഇത്ര മോശമാക്കി കാണേണ്ട ആവശ്യകതയുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവനെപ്പോലുള്ള ആൾക്കാർക്കും ഞാൻ പറഞ്ഞതുപോലെ മുക്കാൽ കെട്ടി അടിക്കുക എന്ന് പറയുന്ന നല്ല അടി കിട്ടേണ്ട ഒരു കേസാണ് ഇവനൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാജ്യാധിപനെ ഇത്ര അധപ്പതിപ്പിച്ച് സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇത്. കാരണം നമ്മളെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി എന്ന് പറയുന്നത്. നമ്മൾ വേറെ രാഷ്ട്രീയക്കാരാണ്, നമ്മൾ വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് വേറെ ഇഷ്ടങ്ങളും നമുക്ക് വേറെ എല്ലാ താല്പര്യങ്ങളും നമുക്ക് എല്ലാവർക്കുമുണ്ട്. നമ്മളും അദ്ദേഹത്തെ 100% അദ്ദേഹത്തെ അംഗീകരിക്കുകയോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ്റെയും എല്ലാം ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇപ്പോൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് 100% ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് മാത്രമല്ല ഇന്ത്യയിലായാലും ഇപ്പോൾ ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യരാണ്. മറ്റ് രാജ്യങ്ങൾ ആൾക്കാരുടെ ഇടയിൽ പോയി ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളും എല്ലാം 100% മറ്റ് വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർ പോലും അംഗീകരിക്കുന്ന ഒരു അവസ്ഥയുള്ള ഈ സമയത്ത് അദ്ദേഹത്തെ ഇത്ര മോശമായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇപ്പോൾ യുദ്ധം നിർത്തിയത് മോശമായി പോയി എന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുന്നേ പാകിസ്ഥാൻ പലതവണ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം തക്കതായ രീതിയിൽ നമ്മുടെ ഇന്ത്യ അതിന് മറുപടി കൊടുക്കുകയും അതുപോലെ തന്നെ അതിലെല്ലാം വിജയിച്ച് വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്കുള്ളത്. അന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചത് എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ജനങ്ങളും എല്ലാം ഇരു കൈയും ഒന്നായി ചേർത്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു അഭിപ്രായം ആരും പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. ഈ അഖിൽ മാരാർപ്പർ കോൺഗ്രസ് രാഷ്ട്രീയവുമായി വന്നുകൊണ്ട് BJPക്കെതിരെ സംസാരിക്കേണ്ട ഒരു വേദിയല്ല ഇത്. നമ്മളും ഒരു BJPക്കാരനൊന്നുമല്ല. എന്നാൽ ഈ ഒരു സമയത്ത് 100% നമ്മൾ മരിച്ചാൽ പോലും 100% നമ്മൾ മോദിജിക്കും അതുപോലെ തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഏതൊരു പൗരനും. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്തിനു നമ്മുടെ രാജ്യത്തെ നമ്മൾ തട്ടിപ്പറയണം? അവരെ നമ്മൾ 100% അംഗീകരിക്കണം. അത് പ്രധാനമന്ത്രിയെ നമ്മൾ 100% നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹം ചെയ്ത 100% ശരിയാണ്. ഈ യുദ്ധം എന്ന് പറയുന്ന സാധനം എത്ര മുന്നോട്ട് കൊണ്ടുപോയാൽ അത്രയും നഷ്ടം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഏകദേശം 140 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ 100% നമ്മൾ വിജയിച്ചാലും നമ്മുടെ രാജ്യത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ജീവഹാനി സംഭവിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കോട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്യും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി അതിന് മുൻകൂട്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആവശ്യമായ രീതിയിൽ നമുക്ക് തന്നതിനേക്കാൾ 100 മടങ്ങ് നമ്മൾ അവിടെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ പറയുന്നത് നമ്മൾ പേടിച്ചിട്ടാണ്, നമ്മളെ പാകിസ്ഥാന് യാതൊരു പേടിയുമില്ല എന്നാണ്. ഇദ്ദേഹത്തിനൊക്കെ ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവനെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ചില രാഷ്ട്രീയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റ് കിട്ടണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ്റെ ഈ അഭിപ്രായങ്ങളൊക്കെ അത്ര അർഹിക്കുന്ന ഒരു മാനം കൊടുത്തുകൊണ്ട് ജനങ്ങൾ തള്ളിക്കളയണം. അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയെ അടിച്ചതോ ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചതോ ഒന്നും അല്ല ഇവൻ്റെയൊക്കെ പ്രശ്നം. ഇവന് രാഷ്ട്രീയമാണ് വലുത്. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവനെ കണ്ടാൽ മതി. കാരണം ഇവനൊക്കെ പറയുന്നത് കംപ്ലീറ്റ് വേദവാക്യമായി ജനങ്ങൾ എടുത്തുകൊള്ളുമെന്ന ഒരു മൗഢ്യം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ത് കാര്യങ്ങളും കയറി അങ്ങ് അഭിപ്രായം പറയുകയാണ്. അത് പ്രധാനമന്ത്രി അല്ലെ മുഖ്യമന്ത്രി എന്നൊന്നുമില്ല, അങ്ങ് വായിത്തോന്നിയ കോതക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്ന ഒരാളാണ് അഖിൽ മാരാർ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസും അതുപോലെ തന്നെ അറസ്റ്റും പുറകെ വരുന്നുണ്ട് എന്നാണ്. അദ്ദേഹം പോസ്റ്റ് മുങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ തെറ്റും അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റം കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയുടെ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ്
ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക. ബലൂചിസ്ഥാൻ സേനയ്ക്ക് ഇന്ത്യ ആയുധങ്ങളും അതുപോലെ തന്നെ പൈസ അടക്കമുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്യുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം രാജ്യദ്രോഹി അല്ലാതെ മറ്റെന്താണ് സുഹൃത്തുക്കളെ? നമുക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിനേക്കാൾ വലിയ ഒരു രാജ്യദ്രോഹി വേറെ ഏതെയാണ്? ബലൂജികൾ അവിടെ സ്ഥാനം പിടിച്ചെടുക്കാനും ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും വേണ്ടി ഇപ്പോൾ വർഷങ്ങളായിട്ട് പാകിസ്ഥാനിൽ കച്ചറ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ബലൂചിസ്ഥാനികൾക്ക് പൈസയും ആയുധവും കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെ അടുപ്പിക്കണം? എന്താണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിയുമില്ല. ഇദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് ഇദ്ദേഹത്തിനെതിരെയും റിയാസ് സലീമിനെ നമ്മൾ പറഞ്ഞതുപോലെ അത്രയ്ക്കും മൗഢ്യനായ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരം ഒരു വിളംബരം നടത്തുന്നത്. ഇന്ത്യക്ക് പാകിസ്ഥാനെ അടിക്കണമെങ്കിൽ അവിടെ പോയി കറാച്ചിയിലും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലും അടിച്ചു വരുന്ന ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് എന്തിനാണ് ബലൂജികളെ പോലുള്ള ചെറിയ ഒരു, അതും തീവ്ര സംഘടനയായ അവർക്ക് നമ്മൾ ഇവിടുത്തെ സഹായങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളും എല്ലാം കൊടുത്ത് പാകിസ്ഥാനെ അടുപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഏതൊരു പൊട്ടനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാനെ അവിടെ പോയി അടിച്ച് തിരിച്ചു വരുന്ന രാജ്യമാണ്. എന്നിട്ട് ബലൂജികൾക്ക് ഇന്ത്യ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ആയുധങ്ങളും എത്തിച്ചു കൊടുത്ത് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഈ വൃത്തികെട്ടവൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെയും ഏറ്റവും കൂടുതൽ ശിക്ഷ എത്ര കൊടുക്കാൻ പറ്റുമോ ആ ശിക്ഷ കൊടുത്തുകൊണ്ട് തുറുങ്കിൽ അടിച്ചിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നിവനെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഇതിനൊക്കെ ഒരു മാർഗമുള്ളൂ. കാരണം ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെറിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിന് ശേഷം അറസ്റ്റ് ചെയ്ത് വിട്ടടക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. എന്നാൽ അത് പോരാ. ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ്. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന നരാധപന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരുത്തൻ തന്നെയാണ് ഈ അഖിൽ മാറർ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ടവൻ. ഇവനെപ്പോലെ ഉള്ളവരെയും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റിയാസ് സലീമിനെയും അതുപോലെ തന്നെ അഖിൽ മാരാറേയും പോലുള്ള ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഒരു അധികപ്പറ്റി തന്നെയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കണം.